സോ അതുകൊണ്ടാണ് പല സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസും നമ്മളുടെ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്. നമ്മളിവിടുത്തെ ന്യൂസ് ചാനൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലെ തോന്നും. ആൻഡ് ഇതിന് പല റീസൺസും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഇവിടുത്തെ മിക്ക മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളും റൺ ചെയ്യുന്നത് ഒന്നെങ്കിൽ വലിയ കോർപ്പറേറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് എല്ലാം ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഡ്രിവൺ ആയിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ബയാസ്ഡ് ആയിരിക്കും. ആസ് എ റിസൾട്ട് ഇവിടെ സത്യം പറയുക എന്നതിനേക്കാൾ ഉപരി അവരുടെ ഓണേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇവിടെ കോർപ്പറേറ്റ്സ് ഓൺ ചെയ്യുന്ന ചാനലുകൾ TRPക്ക് പുറകെ പോകുന്നു. അറ്റ് ദ സെയിം ടൈം പൊളിറ്റിക്കൽ പാർട്ടീസ് ചാനലിലൂടെ അവരുടെ പ്രൊപ്പഗണ്ടാസ് സ്പ്രെഡ് ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ചാനൽ ചർച്ചകൾ. ലോജിക്കും ഫാക്ട്സും ബേസ് ചെയ്ത് ഒരു പ്രൊഫഷണൽ രീതിയിൽ ഡിബേറ്റ് നടത്തുന്നതിന് പകരം ഇവിടെ നടക്കുന്നത് ഷൗട്ടിങ്ങും പേഴ്സണൽ അറ്റാക്സും തെറിവിളികളും ഒക്കെയാണ്. ഇതിലൂടെ അവർക്ക് ഓഡിയൻസിന്റെ അറ്റൻഷനും കിട്ടും. അതേപോലെ തന്നെ ഇത് കാണുന്ന മെജോറിറ്റി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. ഇവിടെയാണ് മാക്സ്വെൽ മക്കോംബും ഡൊണാൾഡ് ഷോയും പ്രപ്പോസ് ചെയ്ത അജണ്ട സെറ്റിംഗ് തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചില പ്രത്യേക വിഷയങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് മീഡിയ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഇതേ മീഡിയ തന്നെ നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന് ഒരു വലിയ കറപ്ഷൻ നടക്കുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും വിവാദമോ ആയിരിക്കും ഇവർ റിപ്പോർട്ട് ചെയ്യുക. അതുവഴി ജനങ്ങളുടെ അറ്റൻഷൻ തിരിച്ചുവിടാനായിട്ട് ഇതിലൂടെ അവർക്ക് സാധിക്കുന്നു. അതേപോലെ ഇനി ആരെങ്കിലും ധൈര്യം കാണിച്ച് സത്യം പറഞ്ഞാലോ പിന്നീട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അസോൾട്ടും ക്രിമിനൽ കേസസും ഒക്കെ ആയിരിക്കും. ഗവൺമെന്റിന്റെയോ ലീഡേഴ്സിന്റെയോ ഒക്കെ കറപ്ഷൻ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അവരുടെ ലൈഫ് തന്നെ പ്രശ്നത്തിലായേക്കും, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെയൊക്കെ റിസൾട്ട് കൊണ്ടാണ് ഗ്ലോബൽ മീഡിയ ഫ്രീഡം ഇൻഡെക്സിൽ 180 രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം 151-ാമതായത്.